പ്രസവം നിർത്തുന്നതിനെ കുറിച്ചിട്ടുള്ള മുമ്പത്തെ വീഡിയോയിൽ വന്ന ഒരു കമന്റ് ആണിത്. സ്ത്രീക്ക് അത്ര ആഗ്രഹം ഉണ്ടായിട്ടും ഹസ്ബൻഡ് സമ്മതിക്കാത്തതുകൊണ്ട് പ്രസവം നിർത്താൻ പറ്റാത്തതിന്റെ സങ്കടം. ഇവിടെ പ്രസക്തമായിട്ടുള്ള ഒരു നിയമവും അതിനോടൊപ്പമുള്ള ചിന്തയും ഒന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. നിങ്ങളുടെ അഭിപ്രായം പറയണേ. പ്രസവം നിർത്താൻ നിയമപരമായിട്ട് ഭർത്താവിന്റെ സമ്മതം ആവശ്യമില്ലാന്ന് ഇനിയും എത്ര പേർക്കറിയാം? അവിടെ ഭാര്യ മാത്രം തീരുമാനിച്ചാൽ മതി. ഇത് എന്തൊരു നിയമ? ഭർത്താവിന്റെ സമ്മതം ഇല്ലാതെയൊക്കെ പ്രസവം നിർത്താൻ പറ്റുമോ? ഇനിയും കുട്ടി വേണമെന്ന് ഭർത്താവിന് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്ന് ചോദിച്ചവരുണ്ട്. അപ്പൊ ഈ നിയമം ഉണ്ടാക്കിയത് എന്തിനാ? ഇനിയാണ് ചിന്ത. ഭർത്താവിനെ ആഗ്രഹിക്കാം, പക്ഷെ ആ ആഗ്രഹം ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി ഗർഭം ധരിക്കേണ്ടത്, നൊന്ത് പ്രസവിക്കേണ്ടത്, കുഞ്ഞിന് മുലയൂട്ടി ശരീരം വീക്ക് ആവേണ്ടത് എല്ലാം ഭാര്യയുടെയാണ്. അതിനൊക്കെ ഭാര്യ സന്തോഷത്തോടെ വില്ലിങ് ആണെങ്കിൽ, മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ അവർക്ക് അടുത്ത കുഞ്ഞിനെ പ്ലാൻ ചെയ്യാം. ഇനി സ്ത്രീക്ക് സ്വന്തമായിട്ട് തന്നെ ഇനിയും കുഞ്ഞു വേണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും സന്തോഷത്തോടെ മുന്നോട്ട് പോവാം. ബട്ട് എനിക്കിനി പ്രസവിക്കാൻ വയ്യ, നിർത്തിയാൽ മതി എന്നൊരു ഭാര്യ പറയുമ്പോൾ സ്വന്തം താല്പര്യത്തിന് വേണ്ടി ഭാര്യയെ നിർബന്ധിച്ച് പ്രസവിപ്പിക്കുന്നതിൽ എന്തർത്ഥമുള്ളത്? നിയമം സ്ത്രീയെ മനസ്സിലാക്കുന്നു. ഈ കാര്യത്തിൽ ബുദ്ധിമുട്ടെടുക്കുന്നത് അവളായതുകൊണ്ട് അവൾക്ക് വയ്യെങ്കിൽ അവൾക്ക് നിർത്താൻ അവൾക്ക് പെർമിഷൻ കൊടുക്കുന്നു. അത്ര പോലും സ്വന്തം ഭാര്യയെ മനസ്സിലാക്കാത്തവരല്ലേ ഭാര്യയ്ക്ക് വയ്യാന്ന് പറഞ്ഞിട്ട് പ്രസവം നിർത്താൻ സമ്മതിക്കാത്തത്. എന്റെ മാത്രം എക്സ്പീരിയൻസിൽ ഇനി വയ്യ ഡോക്ടറെ, പക്ഷെ ഭർത്താവ് സമ്മതിക്കുന്നില്ല എന്ന് കണ്ണു നിറഞ്ഞു പറഞ്ഞ ഭാര്യമാർ അനവധിയാണ്. എന്നാൽ ഇതേ അവസരത്തില് അയ്യോ ഡോക്ടർ, ഇതിലൊക്കെ ഞാൻ എന്ത് പറയാൻ, അവളല്ലേ പ്രസവിക്കുന്നത്, അവൾക്ക് വയ്യെങ്കിൽ നിർത്തിക്കോട്ടെ എന്ന് സന്തോഷത്തോടെ പറഞ്ഞ ഒരു ഭർത്താവിനെ ഓർക്കുന്നു. നിങ്ങളുടെ ഇതിൽ ഏത് ഭർത്താവും? അപ്പോ ഇനിയും കുഞ്ഞു വേണമെന്നാണ് ഭർത്താവിന്റെ താല്പര്യമെങ്കിൽ, ഇനിയും കുഞ്ഞു വേണ്ടെന്നാണ് ഭാര്യയുടെ താല്പര്യമെങ്കിൽ,